ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പം വൈഫിന് ജോലിയാണ്. അപ്പോൾ അവൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ. ഡിന്നർ ഉണ്ടാക്കാം. പിന്നെയുള്ള പ്രശ്നം എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാന്നായിരുന്നു. കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എല്ലാം ദിവസം ഉണ്ടാക്കുന്ന കറികളും ഐറ്റംസൊക്കെയാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റോറിൽ പോയിട്ട് ഞാനൊരു ഇറച്ചി വാങ്ങിച്ചിട്ട് വന്നു. ആദ്യമായിട്ടാണ് കങ്കാരുവിൻ്റെ ഇറച്ചി ട്രൈ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. അപ്പം അന്ന് ഇന്നിങ്ങനെ കണ്ടപ്പം എന്നാൽ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇന്നത്തെ മെനു. അപ്പം ഞാൻ അവളോട് ഇത് പറഞ്ഞിട്ടില്ല. അവൾ കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ഇറച്ചിയാന്ന് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനിയിപ്പോൾ അങ്ങനെ കഴിച്ചില്ലെങ്കിലോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകണം. ഞാൻ അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് ഇറച്ചി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊന്ന് കഴുകണം. കാരണം ഇത് ഫുള്ള് ബ്ലഡാണ്. മാത്രമല്ല ഇറച്ചിയുടെ കളർ എന്ന് പറയുന്നത് നല്ല ഒരു റെഡ് വൈൻ്റെ ആ ഒരു കളറാണ് ഇറച്ചിക്കും. ഇറച്ചി കഴുകി ആദ്യം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്ത് മാറ്റാണ്. അതിന് ശേഷം കറിക്ക് വേണ്ടിയുള്ളത് അരിയണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇറച്ചിയാണ്. അതിനകത്ത് വേസ്റ്റ് ഒന്നുമില്ല. അതുപോലെ നെയ്യ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു കട്ടണ ഒരു പാക്കാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം നുറുക്കി ഇതൊന്നും കൂടി കഴുകണം. എന്നിട്ട് വേണം അത് മരിനേറ്റ് ചെയ്യാൻ. ഇതൊരു ഹോട്ട് ആൻഡ് സ്പൈസി മാരിനേഷനാണ്. അപ്പം അത് ആദ്യം ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി മാരിനേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോട്ട് ആൻഡ് സ്പൈസിക്ക് അപ്പോൾ ഇനി ബാസിൽ ലീവ്സിൻ്റെ ഒരു ഡ്രൈ ലീവ്സ് ഉണ്ട്, അത് ആണ് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കണം. പിന്നെ ഒലിവ് ഓയിലും വെർജിൻ ഒലിവ് ഓയിലും അതുപോലെ കുറച്ച് സോൾട്ടും ഇത്രയായിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ നമ്മുടെ മസാലപ്പൊടികളൊന്നുമില്ല. അല്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാരിനേഷനാണ് ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇറച്ചിനൊന്ന് തിരുമ്മി വയ്ക്കണം. 2 സ്ലൈസ് ഈ ഒരു ടൈപ്പ് മാരിനേഷനിൽ 2 സ്ലൈസ് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുകയാണ്. ഒലിവ് ഓയിലൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് ഇറച്ചിനൊന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണ്. അതുപോലെ മസാലയെല്ലാം അകത്തോട്ട് കയറാണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കും വേണം. ഇതിനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ചതച്ചിട്ട് ഇതിനകത്ത് ചേർക്കാം. അതിനുവേണ്ടി 2 പീസ് വേറെ മാറ്റി വെച്ചാണ്. മൊത്തം 4 പീസാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം ചതച്ച് ഇതിൻ്റെ ഒപ്പം ചേർക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ബാക്കി മസാലകളും ചേർക്കണം. ഇനി
അതിനകത്തേക്ക് സ്വല്പം ചെറുനാരങ്ങ നീര് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, അതാണ് ഒഴിച്ചു കൊടുത്തത്. ചെറുനാരങ്ങ, ഫ്രഷ് ചെറുനാരങ്ങ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇത് 2 മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അവൾക്ക് വാലന്റൈൻസ് ഡേക്കുള്ള ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. She got the brown eyes, caramel thighs, long hair, no wedding ring. Hey, I saw you looking from across the way, and now I really wanna know your name. She got the white dress, but when she's wearing less, man, you know that she drives me crazy. The brown eyes, beautiful smile, you know I love watching you do your thing. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. ഇനിയിപ്പം രാവിലെ എല്ലാം മരിനേറ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ വെക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറി വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കങ്കാരുവിൻ്റെ ഇറച്ചി എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അത് ആദ്യം കറി വയ്ക്കാന്ന് വിചാരിച്ചത്. കറി വെച്ച് വയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ ടൈം കിട്ടും എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ സമയം ഏകദേശം 4:15. അപ്പം അവൾ ഡ്യൂട്ടി കഴിഞ്ഞതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം ഇനി നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി, ഇത് 3 കൂടി ഇടാണ്. എന്നിട്ട് ഞാൻ ഗ്യാസ് പതിയെ ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്, കാരണം നല്ല ഫ്ലെയിമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് കത്തിപ്പോവും. എല്ലാം നല്ല ബ്രൗൺ കളറായി. ഇനിയിപ്പോൾ ഞാൻ സവോള ഇടാൻ പോവാണ്. കുറച്ച് കറുകപ്പട്ടയും ഏലക്കായും ഒക്കെ അതിനകത്ത് ഇടുകയാണ്, ചെറുതായിട്ട് ചതച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറിൽ ഇറച്ചിക്ക് നല്ലോണം കയറും, ഇറച്ചിക്ക് നല്ല ഫ്ലേവർ കിട്ടും ചെയ്യും അങ്ങനെ ഇടുമ്പോൾ. സവോളയൊക്കെ നല്ല ബ്രൗൺ കളറായി. ഇനിയിപ്പം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ മല്ലിപ്പൊടി, നല്ല പൊടിച്ചു വെച്ച ഗരം മസാല, മഞ്ഞൾപ്പൊടി, അങ്ങനെ സ്പൈസസ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പോകണം, മസാല ചൂടായി വരാൻ വേണ്ടിയിട്ട്. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ സ്വല്പം ചൂടുവെള്ളം ഒഴിക്കണം, മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും മസാലയൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റമായ കങ്കാരു ഇറച്ചിയുടെ എൻട്രിയാണ്. കങ്കാരു ഇറച്ചി ഇപ്പോൾ ആ മസാലയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. നല്ലോണം ഒന്ന് ഇളക്കി മസാലയ്ക്കകത്ത് ശരിക്കൊന്ന് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഏകദേശം 1 മണിക്കൂറിനടുത്ത് വേവിക്കണം. നല്ല വേവുണ്ട് ഇറച്ചിക്ക്. ഇറച്ചി നന്നായിട്ട് തിളച്ചു തുടങ്ങി. അപ്പം ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലതാണ്. അപ്പുറത്തെ സ്റ്റൗമ്മേ ബിരിയാണി വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിനകത്ത് നെയ്യൊക്കെ ഇട്ട് കറുകപ്പട്ടയും ഗ്രാമ്പുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനിയിപ്പോൾ നമ്മൾ നല്ല കഴുകി വെച്ചേക്കുന്ന അരി എടുത്തിടുകയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന ഫുൾ പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാവരും വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ. ഇറച്ചിയിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഇറച്ചി ഏകദേശം ഡ്രൈ ആയി തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കോക്കനട്ട് ഫ്ലേക്സ് ഇടണം, നമ്മുടെ തേങ്ങാക്കൊത്ത് ഉണക്കി വരുന്നത്, അത് ഇടുകയാണ് കുറച്ചൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു.
ഇറച്ചി അങ്ങനെ വെന്തു. ഞാനതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇപ്പോൾ അതിനകത്ത് ആ മസാലയൊക്കെ ശരിക്കും പിടിച്ചു. അതുപോലെ കോക്കനട്ട് ഫ്ലേക്സൊക്കെ ഇട്ട് എന്താ പറയുക മിക്സ് ചെയ്തപ്പം നന്നായിട്ട് ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറും കൂടി കയറി ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ടെക്സ്ചറൊക്കെ നല്ലതാണ്. കറക്റ്റ് വേവാണ്. ഏകദേശം ഒരു 50 മിനിറ്റിനടുത്തെടുത്തു ഇറച്ചി വെന്ത് വരാൻ ശരിക്കും. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ഇറച്ചിയുണ്ട്. അതിനി ഓവനകത്ത് വെക്കണം. ഓവനപ്പം ഞാൻ ഏകദേശം പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഒരു 190 ഡിഗ്രിയിൽ ഞാനതിനെ ഓവനെ അടിയിൽ നിന്ന് മാത്രം പ്രീ ഹീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇറച്ചി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചിട്ട് ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടണം. അപ്പോൾ സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 45 മിനിറ്റിൽ ഇടാൻ പോവാണ് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ. ഓവൻ പ്രീ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഇറച്ചീനെ വെറുതെ ഡ്രൈ ആയിട്ട് നമ്മുടെ പ്രഷർ കുക്കറിനകത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തു. കാരണം ഇറച്ചി വേവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഓവനകത്ത് വയ്ക്കുമ്പോൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതിന് പ്രഷർ കുക്കറിൽ വെച്ചായിട്ടൊന്ന് വേവിച്ചെടുത്തു നന്നായിട്ട്. അങ്ങനെ ഇറച്ചി വെന്തു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇറച്ചി നന്നായിട്ട് വെന്തു. ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇത് വെജിറ്റബിൾസിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങി ഇറച്ചി നന്നായിട്ട് വെന്ത് നല്ല സെറ്റായി. ഇറച്ചിയിലെ എന്താ പറയുക അതിൻ്റെ ഇതെല്ലാം ചാറെല്ലാം വെജിറ്റബിളിലേക്കും കയറി അതെല്ലാം മിക്സായി നല്ലൊരു ടെക്സ്ചറായി. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം കാണാൻ കറക്റ്റ് ഞാൻ പ്രസ് ചെയ്ത വഴി നന്നായിട്ട് അടർന്ന് പോരുന്നുണ്ട് നല്ല ലെയറായിട്ട്. അങ്ങനെ നമ്മുടെ കങ്കാരു ബിരിയാണി റെഡിയായി. ഗ്രിൽഡ് ചെയ്ത ഇറച്ചിയും അതുപോലെ വെജിറ്റബിൾസും അതുപോലെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്ത ഡ്രൈ ഫ്രൈയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭാര്യ അതേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവള് ഫുഡ് കഴിക്കാൻ വരാണ്ട് വെയിറ്റ് ചെയ്യണം. ഞാൻ വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ടാക്കി. ഞാൻ രാവിലെ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാക്കി. ഞാൻ കഴിക്കാൻ പോകണം. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള അഭിപ്രായം പറയാം. അപ്പം ഇറച്ചിയും ഫുഡൊക്കെ കഴിച്ചത് പ്ലേറ്റൊക്കെ നല്ല കാലിയാക്കി എടുത്തു. ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സൂപ്പർ ഇറച്ചിയാണ്. ഒന്ന് കുക്ക് ചെയ്ത് നിങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇറച്ചിയൊക്കെ ട്രൈ ചെയ്യാം. ഞാൻ എൻ്റെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കാം. ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തുണ്ടാക്കുന്ന പോലെയല്ല. എന്താ അറിയോ? എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ബീഫാണെന്ന് തോന്നിയത്. എന്താ ഇറച്ചിയിലായിരുന്നു? കങ്കാരുവിന്റെ അങ്ങനെ കഴിച്ചു നോക്കിയാണ് അഭിപ്രായം പറഞ്ഞത് കേട്ടല്ലോ. ബീഫ് കഴിക്കുന്ന ടേസ്റ്റാന്ന് പറയുന്നത്. പക്ഷെ അത് കങ്കാരുവിന്റെ ഇറച്ചി നമുക്ക് കഴിച്ചപ്പോഴൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്താണ്. ഗുഡ് നൈറ്റ്.